الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد قال رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന ആദരവുകൾ നിറഞ്ഞ അധ്യക്ഷൻ, ജഡ്ജസുമാരെ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ചരിത്രങ്ങൾക്ക് വളരെ പ്രാധാന്യം നൽകിയ മതമാണ് ഇസ്ലാം. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് സായുധ സംഘടനകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പക്ഷേ ബദർ പലതുകൊണ്ടും ഇതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ആദ്യം നടന്ന ഏറ്റുമുട്ടൽ ആയതുകൊണ്ടല്ല, മറിച്ച് ബദർ ഒറ്റവരി ചോദ്യമായിരുന്നു: നിലനിൽക്കണോ ഇല്ലാതാകണോ? നിരായുധരും നിസ്സഹായരും ദരിദ്രരുമായ ഒരു ന്യൂനപക്ഷം സർവസജ്ജരായ ഒരു സൈനിക ശക്തിയെ വിശ്വാസത്തിൻ്റെ ബലം കൊണ്ട് അട്ടിമറിച്ച യുദ്ധം. അവരെക്കുറിച്ച് സ്മരിക്കലും ചരിത്രം പഠിക്കലും പകർത്തലും ഇസ്ലാമിൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനൊരു സംഗമത്തിന് ഞങ്ങൾ തയ്യാറായത്. ബദർ ചരിത്രം മഹാകവി മൊയ്യൻകുട്ടി വൈദ്യരുടെ വരികളിലൂടെ നമുക്ക് ഇങ്ങനെ വായിക്കാം: അഹദത്തിലെ അലിഫ് അലിഫ് ലമഗമിയം അലിഫ് അക്ഷരം പൊരുൾ ബിസ്മില്ലാഹ് അരിമക്കലെ കുതുബനുദിനം ഖുർആനിൽ അലകൂറ്റല കുറി ബിസ്മില്ലാഹ് ബഹറ ഖുർആനിൽ പൊരുൾ മുഴുതടകിനെ പരിശകടൽ പതി ബിസ്മില്ലാഹ് ബദറ പട കൊടുകവിനു വൽവദിൻ മുതൽ പരിബത്തബതദി ബിസ്മില്ലാഹ്. പ്രിയരായ സദസ്യരെ, മുത്തുനബിയും 313 വരുന്ന സഹാബത്തും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അറിയിച്ചതനുസരിച്ച് മക്ക മുശ്രിക്കുകളെ നേരിടാൻ വേണ്ടി പുറപ്പെടുകയാണ്. അബൂ സുഫിയാൻ്റെ ദൂതൻ ലംലമിൻ്റെ വാക്കുകേട്ട് അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ 1000-ഓളം വരുന്ന സർവായുധരായ വിഭൂഷികളായ പടയാളികളും ബദറിനെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പുറപ്പെട്ടിരിക്കുന്നു. അബൂ സുഫിയാൻ്റെ കച്ചവട സംഘം മറ്റൊരു വഴിയിലൂടെ മക്കത്ത് എത്തിച്ചേർന്നു എന്ന വിവരം അറിഞ്ഞിട്ടും അബൂജഹലും സംഘവും മക്കയിലേക്ക് തിരിച്ചു പോകാതെ ഇനിയും നമുക്ക് ഷാമിലേക്ക് പോകണം, കച്ചവടത്തിന് പോകേണ്ടത് മദീന വഴിയാണ്, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുഹമ്മദിൻ്റെ ധിക്കാരം ഇതോടുകൂടി അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് അഹങ്കാരത്തോടുകൂടി അബൂജഹൽ തൻ്റെ സൈന്യത്തെയെല്ലാം ഒരുമിച്ച് കൂട്ടി ബദറിനെ ലക്ഷ്യം വെച്ച് പുറപ്പെട്ടിരിക്കുന്നു. അബൂജഹൽ തൻ്റെ സൈന്യത്തെയെല്ലാം അണിനിരത്തി. പലവിധ താളവട്ടങ്ങളും അവിടെ മുഴങ്ങിക്കേട്ടു. മേളക്കൊഴുപ്പ് കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. ധീരവീര കേസരികൾ എന്ന പ്രകീർത്തനങ്ങളുടെയുള്ള കവിതകൾ ആലപിക്കപ്പെട്ടു. അബൂജഹൽ തൻ്റെ ഖുറൈശി പടയണികൾക്ക് മുന്നിൽ സർവായുധങ്ങളും അണിഞ്ഞ് ഗർവ നടിച്ചുകൊണ്ടും മുഹമ്മദിനെയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ അനുയായി വൃന്ദത്തെയും ഈ നിമിഷം ഞങ്ങൾ ശരിപ്പെടുത്തുമെന്നും അയാൾ ഇടയ്ക്കിടയ്ക്ക് വീമ്പടിച്ചു. ഇത് കേട്ട് അനുയായികൾ കരഘോഷം മുഴക്കി. അബൂജഹൽ തങ്കവളകളും പട്ടുവസ്ത്രങ്ങളും ധരിച്ചിരുന്നു. തലയിൽ സുവർണ കിരീടം ചൂടിയിരുന്നു. ആരെയും ആകർഷിപ്പിക്കുന്ന രീതിയിൽ വേഷവിധാനങ്ങളോട് കൂടി അയാൾ എല്ലായിടത്തും ഓടി നടക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുകയും ചില അട്ടഹാസ വചനങ്ങളും പോർവിളികളും കൊണ്ട് രണാങ്കണമാകെ മാറ്റൊലി കൂട്ടുകയാണ്. അതെ, തുടരെ മദ്ദളവും മുറശോട് മരുവ ഒറ്റകളും ബജയോട് മുടികൾ ദഫുകളും കൈമണി ധ്വനികൾ താശികളാൽ. തുടരെ മദ്ദളവും മുറശോട് മരുവ ഒറ്റകളും ബജയോട് മുടികൾ ദഫുകളും കൈമണി ധ്വനികൾ താശികളാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുയായികൾക്ക് ആത്മവീര്യം കൂട്ടി. അവിടുന്ന് പറഞ്ഞു: എൻ്റെ പൊന്നു സഹാബാക്കളെ, ഹക്കിനു വേണ്ടിയാണ് നിങ്ങൾ പടപൊരുതുന്നത്. ശത്രുക്കളെ തുരത്താൻ ഒരു മടിയും കാണിക്കരുത്. നിർബന്ധ സാഹചര്യത്തിൽ അവരുടെ കൂടെ നിൽക്കേണ്ടി വന്ന ചിലരുണ്ട്. അവരെ നിങ്ങൾ ഒരു പോറൽ പോലും ഏൽപ്പിക്കരുത്. ആ കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പതാകവാഹകരോട് അത് പിടിച്ച് അണിയിൽ നിൽക്കാൻ കൽപ്പിച്ചു. സ്വഫുകൾ ശരിയാക്കുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യാപൃതരായി. ഈന്തപ്പനയുടെ ഒരു മടൽ കൊണ്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫുകൾ ചൊവ്വാക്കി നടക്കുകയാണ്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹു കുറച്ച് മുന്നോട്ട് കയറി നിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദൃഷ്ടിയിൽപ്പെട്ട്. അവിടുന്ന് സവാദിനെ ഈന്തപ്പനയുടെ മടൽ കൊണ്ട് ചെറുതായി ഒന്ന് തട്ടി. സവാദിൻ്റെ വയറത്താണ് ഈന്തമടൽ കൊണ്ടത്. സവാദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിനയാന്വിതനായി പറയുകയാണ്, മുരത്ത് യാ മൗലൽ ഉറൂബ ഉശ്രിയെങ്കിലെ യാ ഹബീബ ഉദ്രമെങ്കും ത്വാബ ത്വാബ യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ്. പെരിയോനും മൈറക്കൈ പേശും ജിന്നിൻ സിടക്കൈ പിരിശം റസൂലദാക്കൈ യാ സൊഫി അല്ലാഹ് യാ സൊഫി അല്ലാഹ്. മുരത്ത് യാ മൗലൽ ഉറൂബ ഉശ്രിയെങ്കിലെ യാ ഹബീബ ഉദ്രമെങ്കും ത്വാബ ത്വാബ യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂലേ, അങ്ങ് എന്നോട് നീതി കാണിക്കണം. ഞാൻ എന്ത് അനീതി കാണിച്ചു എന്നാണ് സവാദ് പറയുന്നത്? അങ്ങ് ഈന്തപ്പനയുടെ മടൽ കൊണ്ട് എൻ്റെ വയറത്ത് കുത്തി, അത് എനിക്കും ശരിക്കും വേദനിച്ചു. സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, സവാദേ, അതിന് നീ എനിക്ക് പൊരുത്തം തരില്ലയോ? ഇല്ല നബിയേ, എനിക്കതിനെ പ്രതികാരം ചെയ്യണം. അങ്ങനെ റഹ്മത്തുൽ ലിൽ ആലമീനായ, ആരെയും വേദനിപ്പിക്കാത്ത, എല്ലാവരുടെയും സങ്കടങ്ങൾ മാറ്റുന്ന മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഉദരത്തെ മറച്ചിരുന്ന കുപ്പായം പൊക്കുകയാണ്. മഹാനായ മൊയ്ൻകുട്ടി വൈദ്യർ തൻ്റെ ബദർ കാവ്യത്തിൽ അതിനെ ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. നൈനാർ നബി ത്വാഹ കമീസ് കൈറ്റി നവിണ്ട് സവാദോടി കടത്തോ തീറ്റി അയിനാൽ തിരുപാത്തർ അയർത്തു നോക്കി അടുന്ത് പൊളിന്താശ വിളിയോളുക്കി മൈമാൽ മഹാജുവൻ മലർ കഞ്ചത്തെ മധുപോരണം കണ്ട് പടി കടുത്തേ കൈനൽ യഥാമാക്കി കിതനും ചാറ്റി കതിരോൻ മശകിമായി പൊടിന്ത് പോറ്റി ഒരാൾ ബത്തനോട് മുഖത്തെ ചേർത്തി പൊള്ളിയും കടലിഷ്കൻ അണഞ്ഞ് മൂത്തി നൈനാർ നബി ത്വാഹ കമീസ് കയറ്റി നവിണ്ട് സവാദോടി കടുത്തോ തീറ്റി പൂർണ്ണചന്ദ്രനെ വെല്ലുന്ന ആ മൃദുല വയറിൽ സവാദ് റളിയല്ലാഹു അൻഹു കുത്താനെന്ന ഭാവേനെ ആഞ്ഞു. ഈന്തപ്പനവടൽ വലിച്ചെറിഞ്ഞുകൊണ്ട് സവാദ് റളിയല്ലാഹു അൻഹു മുത്ത് റസൂലിൻ്റെ ആ ലോലവയറിൽ അമർത്തി ചുംബിച്ചു. കണ്ടുനിന്നവരെല്ലാം ആശ്ചര്യഭരിതരായി. നബിയെ, എൻ്റെ ആഗ്രഹം തീർന്ന് നബിയെ, നബിയെ, അങ്ങനെക്ക് മാപ്പ് തരണം. ഈ യുദ്ധരണാങ്കണത്തിൽ വെച്ച് ഞാൻ ഇങ്ങനെ ചെയ്തതിന് അങ്ങനെക്ക് മാപ്പ് തരണം. ഞാൻ ഇങ്ങനെ ചെയ്തത് എന്തെന്ന് നബിക്ക് അറിയുമോ? അങ്ങയുടെ വചനത്തിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങയെ മുത്തിയ ആ ശരീരം ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കില്ലെന്ന്. അതുകൊണ്ടാണ് നബിയെ ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.